ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനശാലക്യ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമീതി നാമിനെ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശകാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസവി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം തത്സത്. എല്ലാ ഭക്തജനങ്ങളെയും ശ്രീ ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും പാതാരമുണ്ടെങ്കിൽ പ്രണമിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ ശിക്ഷാഗുരുക്കളുടെയും ദീക്ഷാഗുരുവിൻ്റെയും പാതാരമുണ്ടെങ്കിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ജയ ശ്രീ ചൈതന്യ ചൊല്ലിയിട്ട് നമുക്ക് ഉത്സവത്തിലേക്ക് പ്രവേശിക്കാം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി. ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരി രാം 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 ഹരി. ജയ ഗോര ഹരി ബോൾ, ഹരി ബോൾ, ഹരി ബോൾ. നിത്യായ ഗോര ഹരി ബോൾ, നിത്യായ ഗോത്രമാനന്ദ ഹരി. നമ്മള് ഇന്നത്തെ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 10 ശ്ലോകം 99. ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ. സഹസ്രദണ്ഡവത്കരലയ ലക്ഷനാമാദുയി സഹസ്ര വൈഷ്ണവരെ നിത്യ പരിണാമ. സഹസ്രദണ്ഡവത്കരലയ ലക്ഷനാമാദുയി സഹസ്ര വൈഷ്ണവരെ നിത്യ പരിണാമ. വിവർത്തനം: സഹസ്ര 1000 ദണ്ഡവത് നമസ്കാരം, കരേ ചെയ്യുക, ലയ എടുക്കുക, ലക്ഷം നാമ ദിവ്യനാമങ്ങൾ, ദുയി 2 സഹസ്ര 1000 വൈഷ്ണവേരെ ഭക്തന്മാർക്ക്, നിത്യവും, പരിണാമ നമസ്കാരങ്ങൾ. വിവർത്തനം: അദ്ദേഹം ഒരു നിത്യ ധർമ്മ എന്ന നിലയിൽ പതിവായി ഭഗവാൻ 1000 പ്രണാമങ്ങൾ അർപ്പിക്കുകയും കുറഞ്ഞത് 1,00,000 ദിവ്യനാമം ജപിക്കുകയും 2000 വൈഷ്ണവരെ നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇത് ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളാണ്. അതിലെ രഘുനാഥ ഗോസ്വാമി മഹാരാജന്റെ മഹിമകളാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ അതിന്റെ അത്ഭുതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ലീലകളെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹം ദിവസവും ഒരു ധർമ്മം എന്ന നിലയിൽ 1000 പ്രാവശ്യം ഭഗവാന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ കുറഞ്ഞത് 1,00,000 ഭഗവാന്റെ ദിവ്യനാമം ജപിച്ചിരുന്നു. മാത്രമല്ല 2000 വൈഷ്ണവരെ അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ഒരു ഡെയിലി പ്രാക്ടീസാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ കേട്ടതാണ് 3,00,000 പ്രാവശ്യം നാമം ജപിക്കുന്ന ഹരിദാസ് ഠാക്കൂറിനെ പറ്റിയൊക്കെ. അപ്പൊ അതിനുശേഷം നമ്മൾ കേൾക്കുന്ന ഒരു മഹാവൈഷ്ണവരായിരുന്നു രഘുനാഥദാസ ഗോസ്വാമിമാരായി.
അദ്ദേഹത്തിന്റെ ലീലകളാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 100. രാത്രി ദീനെ രാധാ കൃഷ്ണ രാമാനസ സേവാന പ്രഹരിഹ പ്രഭു മഹാപ്രഭുര ചരിത കഥാന. രാത്രി ദീനെ രാധാ കൃഷ്ണ രാമാനസ സേവാന പ്രഹരിക മഹാപ്രഭുര ചരിത കഥാന. അദ്ദേഹം രാവും പകലും മനസ്സിനുള്ളിൽ രാധാകൃഷ്ണന്മാരെ സേവിച്ച് ദിവസവും 3 മണിക്കൂർ മഹാപ്രഭുവിന്റെ ചരിത്രം ചർച്ച ചെയ്തു. അടുത്ത അദ്ദേഹത്തിന്റെ മഹിമ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ എന്താണ് നമ്മൾ പറയുന്ന നിത്യമായിട്ടുള്ള ആചാരങ്ങൾ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു രാവും പകലും മനസ്സിനുള്ളിൽ രാധാകൃഷ്ണന്മാരെ സേവിച്ചു ദിവസവും 3 മണിക്കൂർ മഹാപ്രഭുവിന്റെ ചരിതം ചർച്ച ചെയ്തു. ഇതാണ് അടുത്ത അദ്ദേഹം ചെയ്തിരുന്നത്. മാനസപൂജ, അദ്ദേഹം എവിടെ പോയാലും മാനസപൂജ ചെയ്യുമായിരുന്നു. മാത്രമല്ല 3 മണിക്കൂർ മഹാപ്രഭുവിന്റെ ചരിതം അദ്ദേഹം ചർച്ച ചെയ്യുമായിരുന്നു. ഇതൊക്കെ യൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഓർക്കണം, ഈ രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറയുന്നത് അതിസമ്പന്ന, നമ്മൾ പറയത്തില്ലേ എന്താണ്, ജമീന്ദാർ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പിതാവെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമത്തിലെ ഒരു ജന്മിയായിരുന്നു. അത്രയ്ക്ക് ഭൂസ്വത്തുള്ള ഒരു വീട്ടിലെ അദ്ദേഹത്തിന്റെ മകനാണ് ഈ രഘുനാഥദാസ് ഗോസ്വാമി. പക്ഷെ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ കാണുകയും അങ്ങനെ അദ്ദേഹം ഈ കൃഷ്ണാനുഭവത്തിൽ വരികയും ചെയ്തതിന് ശേഷം അദ്ദേഹം എന്താണ് ഭൗതികമായിട്ടുള്ള എല്ലാ അഭിവാഞ്ചകളും വെടിഞ്ഞ് ഈ രീതിയിലുള്ള ജീവിതമാണ് നയിച്ചത്. നമ്മൾ അറിഞ്ഞത് അത് ഈ തന്തയാണെങ്കിൽ എന്താണ് ഫാദർ ആണെങ്കിൽ ഇയാൾക്ക് എന്താണ് ജഗന്നാഥപുരിയിലൊക്കെ താമസിക്കുന്ന സമയത്ത് തൻ്റെ അനുചരന്മാരോടൊപ്പം ചാക്ക് കണക്കിന് സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തുവിടുന്നത്. തൻ്റെ മകന്റെ സംരക്ഷണത്തിന് വേണ്ടി ചാക്ക് നിറയെ സ്വർണ്ണ നാണയങ്ങൾ കെട്ടിയാണ് എന്താണ് തൻ്റെ അനുചാരർക്ക് അയച്ച് അവിടെ കൊടുത്തുവിടുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ താമസ സൗകര്യത്തിനും ആഹാരത്തിനും ഒക്കെ ഉണ്ട്. എന്നിട്ട് പോലും രഘുനാഥ ഗോസ്വാമി എന്താണ് ചെയ്തിരുന്നത്? അദ്ദേഹം ജഗന്നാഥ്പുരിയിലെ ഭക്തന്മാർ വന്ന് അവര് കഴിച്ച ഉച്ഛിഷ്ടമായിരുന്നു അദ്ദേഹം അവിടെ കഴിച്ചിരുന്നത് എന്ന് ഓർക്കണം. എത്രമാത്രം എലിവേറ്റഡ് ആയിട്ടുള്ള ഭക്തന്മാരായിരുന്നു അങ്ങനെയുള്ള, അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണഭക്തിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാഭാഗവതരായിരുന്നു രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറഞ്ഞു. അവരൊക്കെ വൃന്ദാവനത്തിൽ പോയി. ഇത് തുടർന്നുള്ളത് നമുക്ക് കേൾക്കാം. അപ്പൊ അദ്ദേഹം രാവും പകലും മനസ്സിനുള്ളിൽ രാധാകൃഷ്ണന്മാരെ സേവിച്ചു ദിവസം 3 മണിക്കൂർ മഹാപ്രഭുവിന്റെ ചരിത്രം ചർച്ച ചെയ്തു. അപ്പൊ പറയുന്നത് രഘുനാഥദാസ ഗോസ്വാമിയുടെ കാലടികൾ പിന്തുടരുന്നതിലൂടെ നമുക്ക് ഭജനയെക്കുറിച്ച് അഥവാ ഭഗവാന്റെ ആരാധനയെക്കുറിച്ച് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. എല്ലാ ഗോസ്വാമിമാരും അത്തരം അതീന്ദ്രിയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു. ശ്രീനിവാസാചാര്യൻ അതേക്കുറിച്ചുള്ള തൻ്റെ കീർത്തനത്തിൽ വർണ്ണിച്ചിട്ടുള്ളതുപോലെ കൃഷ്ണ കീർത്തന ഗാന നർത്തന പരോ പ്രേമാമൃത ഭോനിധി. രഘുനാഥദാസ് ഗോസ്വാമിയുടെ രൂപയുടെയും സനാതന ഗോസ്വാമിയുടെയും കാലടികൾ പിന്തുടർന്ന ഒരുവൻ കർശനമായി ഭഗവാന്റെ നാമ കീർത്തനത്തിലൂടെ ഭക്തിയുത സേവനം നിർവഹിക്കണം. ഇതിനകത്ത് പ്രഭുപാദ പറയുന്നത് ഇപ്പൊ ഇവരുടെ ഈ മഹാന്മാരുടെ ഇങ്ങനെയുള്ള വൈഷ്ണവ ആചാര്യന്മാർ ഇപ്പൊ രഘുനാഥ ഗോസ്വാമി ഒരാൾ, അതുപോലെ തന്നെ രൂപ ഗോസ്വാമി, സനാതനവാസി, അതുപോലെ 6 ഗോസ്വാമി. ഇപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലെ ഓരോ മരച്ചുവടിയിലും ഇരുന്ന് ഭഗവാന്റെ മാനസ പൂജ ചെയ്യും, അതുപോലെ കീർത്തനം ചെയ്യും, അതുപോലെ തന്നെ എന്താണ് ഭക്തിരസാമൃത സിന്ധുവും അങ്ങനെയൊക്കെയുള്ള ഭക്തിയുടെ മഹാഗ്രന്ഥങ്ങൾ രചിച്ച ഭക്തന്മാരാണ് ഇവർ. ഈ 6 ഗോസ്വാമികൾ വീട് പോലും ഇല്ലാതെ. രഘുനാഥ ഗോസ്വാമിയുടെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം അച്ഛൻ എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിലെ ജന്മിയായിരുന്നു. ചാക്ക് കണക്കിന് സ്വർണം നാണയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മകന്റെ രക്ഷയ്ക്ക് വേണ്ടിയൊക്കെ കൊടുത്തയച്ച വ്യക്തിയാണ്. എന്നിട്ട് പോലും അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് വെറും മരത്തണലിൽ ഇരുന്ന് ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ നാമം ചൊല്ലി, പറഞ്ഞ രീതിയിൽ 1,00,000 പ്രാവശ്യം നാമം ചൊല്ലി, അതുപോലെ തന്നെ 1000 പ്രാവശ്യം ഭഗവാൻ പ്രണാമങ്ങൾ അർപ്പിച്ചു. മാത്രമല്ല അതായത്
ഈ രീതിയിൽ ഈ പറഞ്ഞ അതിന് ശേഷം രാത്രിയിലാണെങ്കിൽ മാനസപൂജയോ രാധാകൃഷ്ണന്റെ വൃന്ദാവനത്തിൽ നമുക്കറിയാം 5000 ടെമ്പിൾ ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ തന്നെ ഒന്ന് പോയിട്ട് വരുമ്പോൾ തന്നെ എത്രയോ ക്ഷേത്രങ്ങൾ കാണാനും അതൊക്കെ അവിടെയൊക്കെ അദ്ദേഹത്തിന് ദർശനം ഭഗവാനെ കാണുമ്പോഴൊക്കെ നമസ്കരിക്കാനുള്ള അവസരമുണ്ടെന്ന് ആലോചിക്കുന്നു. അപ്പൊ അങ്ങനെ ആ രീതിയിൽ 1,00,000 പ്രാവശ്യം നമസ്കാരങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ 1,00,000 പ്രാവശ്യം ഭഗവാന്റെ ദിവ്യനാമം ജപിച്ചിരുന്നു. മാത്രമല്ല രാധാകൃഷ്ണ മാനസ പൂജ ചെയ്തിരുന്നു. മാത്രമല്ല അദ്ദേഹം എന്താണ് വളരെ കുറച്ച് സമയം മാത്രമേ 3 മണിക്കൂർ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രം തന്നെ ചർച്ച ചെയ്തിരുന്നു. ഇപ്പൊ ജീവിതത്തിൽ 24 മണിക്കൂറിൽ എന്തെല്ലാം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് എത്ര സമയം ഉണ്ടായിരുന്നു? വെറും 1-2 മണിക്കൂറാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സന്ധ്യ രാധ കൊണ്ട് അപതിത സ്നാന വ്രജവാസി വൈഷ്ണവേക്കാരെ ആലിംഗനമാന. സന്ധ്യ രാധ കുണ്ടേരപിത സ്നാന വ്രജവാസി വൈഷ്ണവേക്കാരെ ആലിംഗനമാന. വർത്തനം. ശ്രീ രഘുനാഥദാസ ഗോസ്വാമി ദിവസവും 3 തവണ രാധാകുണ്ടത്തിൽ സ്നാനം ചെയ്തു. വൃന്ദാവനത്തിൽ വസിക്കുന്ന ഒരു വൈഷ്ണവനെ കണ്ടാലുടൻ അദ്ദേഹം ആ വ്യക്തി ആലിംഗനം ചെയ്യും, ആദരിക്കുകയും ചെയ്യും. അപ്പം തുടർന്ന് അദ്ദേഹം പിന്നെ ചെയ്ത പ്രവൃത്തി എന്താണ്? അദ്ദേഹം നമുക്കറിയാം ശ്യാമകുണ്ടവും അതുപോലെ രാധാകുണ്ടം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? വൃന്ദാവനത്തിലെ, അതായത് ഗോവർദ്ധനത്തിന്റെ 2 കണ്ണുകളാണെന്നാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഗോവർദ്ധനഗിരിയുടെ 2 കണ്ണുകളാണ് രാധാകുണ്ടവും ശ്യാമകുണ്ടവും. രാധാകുണ്ടം എന്ന് പറഞ്ഞാൽ രാധാറാണി കുളിച്ചിരുന്ന സ്നാനം ചെയ്യുന്ന കുളമാണ്. കുണ്ടം എന്ന് പറഞ്ഞ കുളമെന്നാണ്. അതാണ് സ്നാനം ചെയ്ത കുളമായിരുന്നു. അതാണ് രാധാകുണ്ടം. നിങ്ങൾ വൃന്ദാവനത്തിൽ പോകുന്നവർക്കെല്ലാം ഇത് കാണാം. ശ്യാമകുണ്ടം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണ ശ്യാമസുന്ദരൻ സ്നാനം ചെയ്ത കുളമായിരുന്നു. ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഗോവർദ്ധനഗിരിയുടെ കണ്ണുകളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രഘുനാഥ ഗോസ്വാമി ഈ രാധാകുണ്ട് അവിടാണ് താമസിച്ചിരുന്നത്. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രഘുനാഥ ഗോസ്വാമി ദിവസവും 3 തവണ രാധാകൃഷ്ണന്റെ കുണ്ടത്തിൽ സ്നാനം ചെയ്തു. വൃന്ദാവനത്തിൽ വസിക്കുന്ന ഓരോ വൈഷ്ണവനെ കണ്ടാലും അദ്ദേഹം ആ വ്യക്തി ആലിംഗനം ചെയ്യും, ആദരിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നിത്യ കർമ്മമാണ്. ആരെങ്കിലും രാധാകുണ്ട് അവിടെ സ്നാനം ചെയ്യാൻ വരികയാണെങ്കിൽ, വൈഷ്ണവർ വൃന്ദാവനത്തിൽ വരികയാണെങ്കിൽ അവരെ പോയി അവരെ ആദരിക്കുകയും അതുപോലെ തന്നെ അവരെ ആലിംഗനം ചെയ്തിരുന്നു. ശ്ലോകം 102. സ്വാർത്ഥ സപ്ത പ്രഹരേ കരേ ഭക്തിരസാദേനെ ചരിതന്റെ നിദ്ര സ്നേഹ നഹികോ നദീനെ. സ്വാർത്ഥ സപ്ത പ്രഹര കരേ ഭക്തിരസാദാനെ ചരിതണ്ട നിദ്ര സ്നേഹ നഹികോ നദീനെ. അദ്ദേഹം ദിവസവും 22.5 മണിക്കൂർ ഭക്തി സാധനയിൽ മുഴുകി. 2 മണിക്കൂർ കുറവുമായി മാത്രമേ അദ്ദേഹം ഉറങ്ങിയിരുന്നു. ചില ദിവസങ്ങളിൽ അതിനും കഴിഞ്ഞിരുന്നു. ഈ ഇത്രയും ദിനചര്യകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന 2.5 മണിക്കൂറാണ് മാക്സിമം. പക്ഷെ ചില ദിവസങ്ങളിൽ അതും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിരുന്നു. 2.5 മണിക്കൂർ പോലും ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഏകദേശം 23-24 മണിക്കൂറും അദ്ദേഹം ഭഗവാന്റെ സേവനത്തിൽ തന്നെ നിരതനായി. അതാണ് രഘുനാഥ ഗോസ്വാമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം കഥ. നമ്മളെ പാനിഹട്ടി എന്നുള്ളൊരു ഫെസ്റ്റിവലുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിന്റെ ഈ ഫെസ്റ്റിവൽ ഉണ്ടാകാൻ തന്നെ കാരണം എന്താണ്? രഘുനാഥ ദാസ ഗോസ്വാമിക്ക് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊടുത്ത ആ ഒരു ഫെസ്റ്റിവലാണ്. ചൂടാദേഹി ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുമോ? അതിന് വേറെ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, പണിഷ്മെന്റ് ഫെസ്റ്റിവൽ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടും. പക്ഷെ അതിന്റെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് ഇതൊക്കെ 530-520 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അത് അധിക കാലമൊന്നും ആയില്ല. ഒരു 4-5 തലമുറയ്ക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നടന്ന ആ പാനിഹട്ടി എന്ന് പറഞ്ഞ നവദ്വീപിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ഈ പാനിഹട്ടി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വെച്ചാണ് രഘുനാഥ ഗോസ്വാമിക്ക് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം. അപ്പൊ നമ്മള് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം ഉണ്ടാകും.
അപ്പൊ അങ്ങനെ ഒരു ദിവസം നിത്യാനന്ദ പ്രഭു ഈ പാനിഹട്ടി അവിടെ സ്ഥലത്ത് വന്ന് തന്റെ അനുചരന്മാരുമായിട്ട് ഭക്തന്മാരുമായിട്ട് എന്താണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്ന സമയത്താണ് രഘുനാഥ ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിനെ കാണാൻ അവിടെ ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ദൂരെ നിന്ന് നിത്യാനന്ദ പ്രഭുവിനെ കണ്ട നിമിഷത്തിൽ തന്നെ ഈ രഘുനാഥ ഗോസ്വാമി വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തിന് ദണ്ഡവത് പ്രണാമം നമസ്കരിച്ചു. അപ്പൊ ഇത് കണ്ടുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ഭക്തന്മാര്, അദ്ദേഹത്തിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ സന്തത സഹചാരികള് എന്താ ഒരു നിത്യാനന്ദ പ്രഭുയോട് പറയാം എന്താണ് അതുകൊണ്ട് അങ്ങ് ദൂരെ കൂട്ടി, അതായത് ഈ നിത്യാനന്ദ പ്രഭു നിൽക്കുന്ന സ്ഥലത്തേക്ക് അവര് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പറയാണ്, അതുകൊണ്ട് നിത്യാനന്ദ എന്താണ് രഘുനാഥദാസ് അവിടെ നിന്നുകൊണ്ട് അങ്ങനെ പ്രണമിക്കുന്നു. ഓക്കെ, അപ്പൊ നിത്യാനന്ദ പ്രഭു ഇത് കാണുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് രഘുനാഥദാസ എന്ന് പറഞ്ഞ് ഉറക്ക വിളിക്കുകയാണ്. അങ്ങനെ രഘുനാഥദാസ് ഗോസ്വാമി ഇത് കേട്ടുകൊണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ അടുക്ക ചെല്ലുകയും അങ്ങനെ രഘുനാഥ ഗോസ്വാമിയെ അദ്ദേഹം തന്റെ പാദങ്ങളിൽ പിടിച്ച് എന്താണ് ഈ രഘുനാഥ ഗോസ്വാമിയെ പിടിച്ച് തന്റെ പാദങ്ങളിൽ കാലുകൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ പാദങ്ങൾ വെച്ച് അങ്ങനെ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, ഇന്ന് നിനക്ക് ഞാനൊരു പണിഷ്മെന്റ് തരാൻ പോവാണ് രഘുനാഥ ഗോസ്വാമി. ഇത് നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്. ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഭക്തിയുടെ സേവനം ഭഗവാന് നേരിട്ട് എങ്ങനെ അറിയാൻ പറ്റും ഒക്കെ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ ഭക്തിയുടെ സേവനങ്ങളും ഭഗവാൻ അറിയാൻ പറ്റും, അതുകൂടിയാണ് നമ്മൾ. അപ്പൊ ഈ ഇത്രയും മഹാഭക്തൻ രഘുനാഥ ഗോസ്വാമി, അതുപോലെ തന്നെ ഹരിദാസ് താക്കൂർ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നോക്കും 3 ലക്ഷം പ്രാവശ്യം നാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര നേരമാണ് അദ്ദേഹത്തിന് ഒരു ദിവസം ബാക്കിയുള്ളത്. മാത്രമല്ല ഇത് 3 ലക്ഷം പ്രാവശ്യം ജപിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കൂ. അങ്ങനെ അദ്ദേഹം എവിടെ പോയാലും നാമം ചൊല്ലിക്കേണ്ടതാണ് തോന്നുന്നത്. അദ്ദേഹം നാമം ചൊല്ലിക്കൊണ്ട് പോയാൽ തന്നെ ആൾക്കാർ ഇത് കേട്ടാൽ തന്നെ ജോലി പോലും നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ പുറകെ ഓടുമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഭക്തന്റെ ശക്തി, വൈഷ്ണവരുടെ ശക്തി, ഹരിനാമത്തിന്റെ ശക്തി. അതുപോലെ രഘുനാഥ ഗോസ്വാമിയും അദ്ദേഹത്തിന്റെ ആ ഭക്തി പരാവേശം അത് നിത്യാനന്ദ പ്രഭുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. അവിടെ പറഞ്ഞില്ലേ നമ്മള് ജന്മിമാരെന്ന് പറഞ്ഞു, ആ ഗ്രാമത്തിലെ ഭൂസ്വത്തുക്കളെല്ലാം അവരുടെയാണ്, എല്ലാവിധ സൗകര്യങ്ങളും. പക്ഷെ എന്താണ് അദ്ദേഹത്തിന് ഈ ഭൗതികമായിട്ടുള്ള ലോലുമായ ജീവിതത്തിലെങ്ങും ഭൗതിക സുഖങ്ങളിലെങ്ങും ഒരു താല്പര്യവുമില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നിത്യ തൊഴിൽ എന്താണ്, എപ്പോഴിച്ചിരി സമയം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക. എവിടാ ഓടുന്നത്? ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടി ഓടുക, നവദ്വീപിലേക്ക് ഓടുക എന്നുള്ളത്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓടുക. അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ എന്താ ചെയ്യുന്നത്, ചുറ്റിനും തന്നെ സെക്യൂരിറ്റി ഗാർഡ് നമ്മൾ നോക്കാം. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള? സ്വന്തം മകന് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം ഇരുട്ടിലൂടെ ഇറങ്ങി ഓടുക. എവിടെ? നവദ്വീപിലേക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ, നിത്യാനന്ദ പ്രഭുവിനെ കാണാനൊക്കെ വേണ്ടി ഓടുക. ഇതാണ് അദ്ദേഹത്തിന്റെ സ്ഥിരം തൊഴിൽ. അപ്പൊ അതുകൊണ്ട് അച്ഛൻ എന്താണ് ചെയ്യുന്നത്, ഈ വീടിന്റെ ചുറ്റും എന്താണ് സെക്യൂരിറ്റി ഗാർഡ്, നമ്മൾ പറയത്തില്ല, എന്റെ സേവകരെ വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഇവൻ ഇറങ്ങി ഓടുന്നത് പിടിച്ചോണ്ട് വരാൻ വേണ്ടി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങനെ അദ്ദേഹം സംഭവിച്ചു. ഇവരെല്ലാം പിടിച്ചോണ്ട് വന്നങ്ങനെ വീട്ടിൽ ഇങ്ങനെ നമ്മളെ വീട്ടുതടങ്കലിൽ വെച്ചാണ് രഘുനാഥ ഗോസ്വാമിയുടെ ജീവിതം എന്ന് പറഞ്ഞ വീട്ടുതടങ്കൽ പോലെയാണ്. അദ്ദേഹത്തിന് ഈ ഭൗതിക സുഖങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. വിവാഹം കഴിക്കാൻ വേണ്ടി ഒക്കെ ശ്രമിച്ചു അവര്, നിർബന്ധിച്ച് വിവാഹം കഴിച്ചു. പക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യമില്ല. വിവാഹം കഴിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം വീണ്ടും രാത്രിയിൽ ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് ഓടുവാണ്. അപ്പൊ ആ രീതിയില്ല. അതാന്ന് പറഞ്ഞാൽ അവരുടെ ആ ഭക്തി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തുറന്നുള്ള ശ്ലോകങ്ങളൊക്കെ മനസ്സിലാക്കുക. അവരൊക്കെ ഭഗവാന്റെ മഞ്ചരികളായിരുന്നു. അത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അവരെല്ലാം സഖിമാരായിരുന്നു ഭഗവാന്റെ. അതാണ് ഭഗവാൻ വരുമ്പോൾ തന്റെ സന്തത സഹചാരികളുമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ആ രീതി നമ്മളെ കാട്ടിത്തരുന്നത്. അവർ ഭൗതിക ലോകത്തിലായാലും ശരി, ആത്മീയ ലോകത്തിലായാലും ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്, ഭക്തിയുത സേവനം ചെയ്യുക എന്നുള്ളത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം.
ഈ ഓരോ ഭക്തരെ ഈ പറ്റപ്പറ്റി പറഞ്ഞു. ഈ ശാഖകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സന്തത സഹചാരികളായിരുന്നു. ഭഗവാൻ കൃഷ്ണാവതാരത്തിൽ വന്നപ്പോൾ രാസലീലയിൽ പങ്കെടുത്ത അതേ ഗോപികന്മാരൊക്കെ തന്നെയാണ് ഈ കലിയുഗത്തിൽ അവർ വന്നപ്പോൾ ഭഗവാനൊപ്പം വന്ന് ഈ ശാഖകളുടെ ഭക്തി ഒരു വൃക്ഷം പോലെയാണ് അതിന്റെ ഓരോ ശാഖകൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ഭഗവാന്റെ ഗോപികമാരാണ് ഈ ശാഖകളായിട്ട് വളർന്ന് ലോകത്തെമ്പാടും കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നു. അത് ഓരോ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിലൊക്കെ അത് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഈ നിത്യാനന്ദ പ്രഭു ഈ പാനിഹട്ടി ആ സ്ഥലത്ത് വെച്ച് നിത്യാനന്ദ പ്രഭുവിന്റെ അടുക്ക അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ അദ്ദേഹത്തിന്റെ പിടിച്ചിരുത്തിയിട്ട് എന്നിട്ട് തന്റെ കാലുകൊണ്ട് ആ ശിരസിൽ പാദം വെച്ച് അനുഗ്രഹിക്കുന്നു. എന്നിട്ട് പറഞ്ഞെന്താണ്, നിനക്കിന്ന് ഞാനൊരു വലിയ പണിഷ്മെന്റ് ആണ് പറയുന്നത്. ആ പണിഷ്മെന്റ് എന്നാണ് ഏതാണ് പണിഷ്മെന്റ് ഫെസ്റ്റിവൽ. പാനിഹട്ടി എന്ന് പറഞ്ഞ പണിഷ്മെന്റ് ഫെസ്റ്റിവലാണ്. അതൊരു ഭഗവാൻ കൊടുത്ത ഒരു ശിക്ഷയാണ്. അതൊരു മഹോത്സവമായി. അതാണ് പാനിഹട്ടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം വിചാരിച്ചു എന്താണ്, നീ ഇന്ന് ഈ പാനിഹട്ടിയിലുള്ള എല്ലാ ഭക്തന്മാർക്കും, ഈ നവദ്വീപിലുള്ള എല്ലാ ഭക്തന്മാർക്കും എന്താണ് ദഹി ചൂട ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ഈ നവദ്വീപിലുള്ള എല്ലാ ഭക്തന്മാർക്കും എന്താണ് ചെയ്യേണ്ടത്, നിനക്ക് ഞാൻ തരുന്ന പണിഷ്മെന്റ് ഈ ചൂടാദഹി, ഞാൻ പറഞ്ഞത് ഈ നമ്മൾ പപ്ഡ് റൈസ് നമ്മൾ പറയത്തില്ല, അവല്, അങ്ങനെയൊക്കെയുള്ള അവല്, ആ റൈസ്, അതും ദഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തൈര് നമ്മൾ പറയത്തില്ല, അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിന്റെ നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കണം. ഇതുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാംഗോസ് അല്ല പഴമുണ്ട്, പഴം ഇതൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു സെറ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ വേറെ സെറ്റ് നമ്മൾ അതുമായിട്ട് വെജിറ്റബിളുമായിട്ട് മിക്സ് ചെയ്ത് വേറെ സെറ്റ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് ഈ പാനിഹട്ടിയിൽ വരുന്ന നവദ്വീപിലുള്ള എല്ലാ ഭക്തരും, എന്നിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു ഇങ്ങനെ പാനിഹട്ടിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, എല്ലാ ഭക്തജനങ്ങളെയും ക്ഷണിച്ചു. അപ്പൊ അങ്ങനെ രഘുനാഥ് ഗോസ്വാമി ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടായി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം വളരെ സന്തോഷമായി. കാരണം നിത്യാനന്ദ പ്രഭു കൊടുത്ത ഒരു സർവീസാണ്. അപ്പൊ അദ്ദേഹം അടുത്തുള്ള എല്ലാ കടകളിലും ചെന്ന് പറഞ്ഞ് അവിടെയൊക്കെയുള്ള ഈ പറഞ്ഞ അവല് അതെല്ലാം സംഘടിച്ചു. അതുപോലെ പഴങ്ങള്, മാമ്പഴം, പഴം, ഇതൊക്കെ അവരോട് അതെല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ വലിയ വലിയ മടുക്കയില്ല, അന്നൊക്കെ മടുക്കയാണ്, അതില് ഇതെല്ലാം സോക്ക് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ വെച്ച് നനച്ചിട്ട്, അത് നനച്ച് അതില് ഒരു സെറ്റില് എന്ത് ചെയ്യും, ഈ സ്വീറ്റ്, ഈ പറഞ്ഞിട്ടുള്ള മാങ്കോ, അതുപോലെ തന്നെ മാമ്പഴം, പഴം, ഇതൊക്കെ മിക്സ് ചെയ്ത് അത് സ്വീറ്റ് ആക്കി മാറ്റി. അതുപോലെ വേറൊരു ഇതില് നമ്മൾ ഈ കുക്കുംബർ അങ്ങനെയൊക്കെയുള്ള വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് ദഹിയായിട്ട് മിക്സ് ചെയ്ത് വേറൊരു ഇതില് അങ്ങനെ രണ്ട് രീതിയിലുള്ള പ്രസാദം ഉണ്ടാക്കി. അപ്പൊ അതിന് ഈ പാനിഹട്ടി എന്നുള്ള നദിയുടെ തീരത്ത് വെച്ചാണ് അത് ചെയ്തത്. അപ്പൊ എത്രയോ ഇതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ അവിടെ 10,000-കണക്കിന് ഭക്തന്മാർ വരാൻ തുടങ്ങി. ഇങ്ങനെ രഘുനാഥ ഗോസ്വാമി ഇങ്ങനെ ഫെസ്റ്റിവൽ നടത്തുന്നു, ഇതറിഞ്ഞുകൊണ്ട് ഉടൻ തന്നെ എല്ലാ നവദ്വീപിലുള്ള എല്ലാ ഭക്തന്മാരും ആ സ്ഥലത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം നിത്യാനന്ദ പ്രഭു തന്നെ ഈ പ്രസാദമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന് നിവേദിച്ചു. അങ്ങനെ അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയിൽ ഗൗരംഗ മഹാപ്രഭുവിനെ അവിടെ വരുത്തുകയും എന്നിട്ട് രണ്ടുപേരും എന്താണ് അവിടെ എല്ലാ പാനിഹട്ടി എന്ന സ്ഥലത്ത് നദിയുടെ തീരത്ത് വെച്ച് ഇവർക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം കൊടുക്കാൻ പറ്റും. എന്നിട്ട് നിത്യാനന്ദ പ്രഭു സ്വയം ചൈതന്യ മഹാപ്രഭുവിനെ അവിടെ വരുത്തുകയും എന്നിട്ട് ഈ രണ്ട് ഭക്തന്മാരും അവിടെ കൂടിയിരുന്ന എല്ലാ ഭക്തന്മാരുടെ ഇലകളിൽ നിന്നും എന്താണ് പ്രസാദം എടുത്ത് കഴിക്കുകയും അങ്ങനെ അവര് നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും പരസ്പരം അവര് അങ്ങോട്ട്, അതായത് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിന്റെ വായിലേക്ക് പ്രസാദം എറിഞ്ഞു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ വായിലേക്ക് പ്രസാദം കൊടുത്തു. അങ്ങനെ
ഒരു എന്താ ആ പ്രസാദം തന്നെ അവർ ആ ഫെസ്റ്റിവൽ തന്നെ നിത്യ ഗൗരംഗ നിത്യായ പ്രഭുവും ഗൗരംഗ പ്രഭുവും അത് ആസ്വദിക്കുക. എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദം കൊടുക്കുക. ആ പ്രസാദം അവരുടെ പാത്രങ്ങളിൽ നിന്ന് ഈ രണ്ട് നിത്യാനന്ദപ്രഭുവും ഗൗരംഗപ്രഭുവും പ്രസാദം അവര് എടുത്ത് കഴിക്കുകയും അങ്ങനെ അവർ പരസ്പരം പ്രസാദം എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു വലിയ രീതിയിൽ ചൈതന്യപ്രഭു മഹാപ്രഭുവിന്റെ അവിടെ പാനിഘട്ടിയിലേക്ക് വരുത്തി നിത്യാനന്ദ പ്രഭു രഘുനാഥ ഗോസ്വാമിയെ അനുഗ്രഹിച്ചു. ആ രഘുനാഥ ഗോസ്വാമിയുടെ കഥയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അപ്പൊ നോക്ക്, നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ പാനിഘട്ടിയിലേക്ക് വരുത്തി അദ്ദേഹത്തെ ബ്ലെസ് ചെയ്തു. അപ്പം രഘുനാഥ ഗോസ്വാമി എത്ര മഹാഭക്തനായെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ അതാണ് നമ്മൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കിട്ടുന്നത് ആദ്യം നമുക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം. ആദ്യം നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യമാണ്. ഏതൊരു ഭക്തനും ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം വേണ്ടത് നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യമാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ ഓർമ്മ വേണം. കാരണം അതായത് ദ്വാപര യുഗത്തിൽ നമുക്കറിയാം അത് ബലരാമാണ് ഈ കലിയുഗത്തില് നിത്യാനന്ദ പ്രഭുവായതാണ്. അപ്പൊ അവിടെ നമുക്കറിയാം ബലരാം എന്ന് പറയുന്നത് ജഗത് ഗുരുവാണ്, ലോക ഗുരുവാണ്, ജഗത്തിന്റെ ഗുരുവാണ് നിത്യാനന്ദ പ്രഭു. അവിടെയും ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി എന്താണ് നമ്മള് ഭഗവാൻ ബലരാമന്റെ കാരുണ്യം വേണം അവര്. ഇതാണ് അവർ നമ്മളുടെ റിലേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ദ്വാപരയുഗത്തിലും അത് തന്നെയായിരുന്നു, കലിയുഗത്തിലും അത് തന്നെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ഭക്തന്മാരും മനസ്സിലാക്കണം ഈ കാര്യങ്ങൾ, സത്യമെല്ലാം നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ഇതിനകത്തത് പറയുന്നത്. അങ്ങനെയുള്ള രഘുനാഥ ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയൊരു മഹാഭക്തനായി മാറിയത്. വൃന്ദാവനത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ പോവുകയും അവിടെ ഭക്തിയുഗ സേവനം ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഭക്തിയുഗ സേവനം ചെയ്ത് ഭഗവാനെ സർവ് ചെയ്ത് 3 മണിക്കൂർ അദ്ദേഹം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കാരണം സോറി, അതൊന്ന് ഡിസ്കണക്ട് ആയതായിരുന്നു. അപ്പൊ ആ രീതിയിൽ രഘുനാഥദാസ് ഗോസ്വാമിക്ക് നിത്യാനന്ദ പ്രഭുവിന്റെ ആ കാരുണ്യം കിട്ടി. അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ഇവരെല്ലാം വൃന്ദാവനത്തിൽ ചെന്ന് ചൈതന്യ മഹാപ്രഭു ഒക്കെ വിട്ടുപോയപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഇന്നലത്തെ ശ്ലോകത്തിൽ അതൊക്കെ പറഞ്ഞാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? വൃന്ദാവനത്തിൽ പോകണം, അവിടെ ചെന്ന് രൂപ സനാതന ഗോസ്വാമിയെ കാണണം, അതിനുശേഷം എന്താണ് ഗോവർദ്ധന പർവ്വതത്തിൽ കയറി ആത്മഹത്യ ചെയ്യണം. ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. ആ ഒരു വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. പക്ഷേ രൂപ സനാതന ഗോസ്വാമിയെ കണ്ട് അവരുടെ ആശീർവാദമൊക്കെ വാങ്ങിച്ച് അദ്ദേഹം
എന്താണ് ഗോവർദ്ധന പർവ്വതത്തിലേക്ക് ഗോവർദ്ധനഗിരിയിലേക്ക് പോകാനൊക്കെ തീരുമാനിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചെന്താണ്? അവര് സനാതന ഗോസ്വാമി, രൂപഗോസ്വാമി അവരും ഭഗവാന്റെ പരമഭക്തരാണ്. അവരും ജീവിതത്തിലെ എത്രയോ മിനിസ്റ്റർമാരായിരുന്നു. അന്നത്തെ നവാബിന്റെ മന്ത്രിസഭയിലെ മിനിസ്റ്റർമാർ, ഫൈനാൻസ് മിനിസ്റ്റർ, ആ പൊസിഷനൊക്കെ ഇരുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ പുറകെ വന്നവരാണ്. ഭക്തിയുടെ പുറകെ വന്ന മഹാഭക്തന്മാരായിരുന്നു രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി. അവര് രണ്ടുപേരെയും പേഴ്സണലി ചൈതന്യ മഹാപ്രഭു തന്നെ വൃന്ദാവനത്തിലേക്ക് അയച്ചതാണ്. അവിടെ പോയി എന്താണ് ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഭഗവാന്റെ ഭക്തി പറ്റി വർണ്ണിക്കുന്നതിന് വേണ്ടി അവിടെ അവരെ നേരത്തെ പറഞ്ഞു വിട്ടു. അതാണ് ഭഗവാന്റെ കാരുണ്യം. അപ്പൊ അങ്ങനെയുള്ള രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി അവിടെ ചെല്ലി എന്താണ് അവരെ ദർശിച്ച മാത്രയിൽ അവർക്ക് കാര്യം മനസ്സിലായി. എന്താണ് അവര് തന്റെ സ്വന്തം സഹോദരനെ പോലെ അവരുടെ ഒപ്പം നിർത്തി അദ്ദേഹത്തെ എങ്ങും വിടാതെ സൂക്ഷിച്ചു. മാത്രമല്ല എന്താണ് അവര് രഘുനാഥ ഗോസ്വാമി അവിടെ സൂക്ഷിച്ചതിന്റെ കാര്യം എന്താണ്? കാരണം രഘുനാഥ ഗോസ്വാമി ജഗന്നാഥ് പുരിയില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ നേരിട്ടുള്ള സേവനം ചെയ്ത വ്യക്തിയാണ്. അതാണ് ഒരു കാരണം. ഇവരെന്താണ് അദ്ദേഹത്തെ വേറെ എങ്ങും വിടാതെ അവിടെ വെച്ചിരുന്ന വൃന്ദാവനത്തിൽ തന്നെ. കാരണം നിത്യാനന്ദ പ്രഭുവിന്റെ പേഴ്സണൽ സർവീസ് ചെയ്ത വ്യക്തിയാണ് ചൈതന്യ മഹാപ്രഭു. ജഗന്നാഥ് പുരിയിൽ 18 വർഷം ഉള്ളപ്പോൾ ഈ രഘുനാഥ ഗോസ്വാമിയും മറ്റുള്ള ഭക്തനും അവിടെയുള്ള മുകുന്ദൻ, അങ്ങനെയൊക്കെയുള്ള ഗോപിനാഥാചാരി, അങ്ങനെയൊക്കെയുള്ള കുറേ ഭക്തന്മാരുണ്ട്. അവരുടെ ഒപ്പം ചൈതന്യ മഹാപ്രഭുവിന് നേരിട്ട് സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയ ഭക്തനായിരുന്നു. അപ്പൊ അവര് രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി എന്താണ് വിചാരിച്ചത്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരുപാട് ലീലകൾ അദ്ദേഹത്തിന് അറിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അദ്ദേഹത്തിന് അവരുടെ ഒപ്പം വൃന്ദാവനത്തിൽ അദ്ദേഹത്തിനെ വേറെ എങ്ങും വിടാതെ തങ്ങളുടെ ഒപ്പം സൂക്ഷിച്ചു. കാരണം എന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരുപാട് ലീലകൾ അദ്ദേഹം കണ്ട വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാനുള്ള ആ ഔത്സുക്യം കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പരാമർശം കൊണ്ടും ഒക്കെ തന്റെ സ്വന്തം സഹോദരനെ പോലെ അവര് ഈ രഘുനാഥ ഗോസ്വാമി വൃന്ദാവനത്തിൽ സൂക്ഷിച്ചു. അപ്പൊ അതാണ് നമ്മൾ ഓരോ ഭക്തനെ നോക്കി എങ്ങനെയാണ് ഭഗവാൻ കാത്തുരക്ഷിക്കുന്നത്, അവരുടെ മൂല്യം. അതാണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ പറ്റി ശ്രവിച്ച് അവരെന്തും വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചാണ് അവര് ചൈതന്യ ചരിതാമൃത ലീലയിൽ അവരൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ആ വൃക്ഷത്തിന്റെ ഓരോ ശാഖകളായി എന്നുള്ളതാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ശ്ലോകം 101. ശ്ലോകം 102. സ്വാർത്ഥ സപ്തപഹര കരെ ഭക്തിരസാദേനെ ചരിദണ്ഡ നിദ്രാസേനാഹി കൊനദീന്. അദ്ദേഹം ദിവസം 22.5 മണിക്കൂർ ഭക്തി സാധനയിൽ മുഴുകി 2 മണിക്കൂർ കുറവായി മാത്രമേ ഉറങ്ങുന്നുള്ളൂ. ചില ദിവസങ്ങൾ അതും കഴിഞ്ഞില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ദിനചര്യ നമ്മൾ ഈ കേട്ടു. ദിനചര്യകളൊക്കെ എന്താണ്? 1,00,000 പ്രാവശ്യം നാമം ഭഗവാനെ നമസ്കരിക്കുക, 1,00,000 പ്രാവശ്യം നാമം ജപിക്കുക. അതുപോലെ തന്നെ എന്താണ്? അതുപോലെ തന്നെ വൃന്ദാവന ഇതില് രാധാകുണ്ഡത്തിൽ 3 പ്രാവശ്യം സ്നാനം ചെയ്യുക. അവിടെ വരുന്ന വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന ഭക്തന്മാരെ പ്രണമിക്കുക, ആദരിക്കുക. ഈ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യകളെല്ലാം. ശ്ലോകം 103. തൻഹാരെ സാധന രീതി സുനീതെ ചമത്കാര രഘുനാഥ പ്രഭുയെ അമാര. അദ്ദേഹം നിർവഹിച്ച ഭക്തിയുടെ സേവനത്തെ പറ്റി ശ്രവിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്രാപ്തനാകും. ഞാൻ രൂപഗോസ്വാമിയെ രഘുനാഥ ഗോസ്വാമിയെയും എൻ്റെ മാർഗനിർദ്ദേശകരായി സ്വീകരിക്കുന്നു. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത് അവരുടെയൊക്കെ ചെയ്ത ഈ രൂപ സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, നമുക്കറിയാം 6 ഗോസ്വാമി എന്താണ് ഗോപാലഭട്ട രഘുദാസ രഘുനാഥ. അതാണ് എന്താണ് നമ്മളൊരു ഈ ഗോസ്വാമികളെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ് രൂപ രഘുദാസ അങ്ങനെയാണ് പറയുന്നത്. കാരണം അവരുടെ ആ ഭക്തിയുടെ
ആ, അടിസ്ഥാനത്തിലാണ്, ആ രീതിയിലാണ്. അപ്പൊ ആ രീതിയില് ഈ അദ്ദേഹം എന്റെ ഓദർ കൃഷ്ണദാസ ഗുരുവായൂർ പറയുന്ന അവരെയൊക്കെ ഞാൻ എൻ്റെ എന്താണ് ഇവരുടെ സേവനം ശ്രവിച്ചുകൊണ്ട് അവർ ചെയ്ത സേവനമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്താണ് എൻ്റെ മാർഗനിർദ്ദേശകരായിട്ട് ഞാൻ സ്വീകരിച്ചത്. ഇവരൊക്കെ അദ്ദേഹം ഇവരോടൊക്കെ അവരുടെയൊക്കെ എന്താണ് പാദങ്ങളിൽ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹ ആശീസ്സുകളോടുകൂടിയാണ് ചൈതന്യ ചരിതാമൃതം എഴുതിയതെന്നാണ് ദാസഗൗര പറയുന്നത്. ശ്രീല കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രഘുനാഥദാസ ഗോസ്വാമിയെ തന്റെ പ്രത്യേക മാർഗ ദർശിയായി സ്വീകരിച്ചു. അതുകൊണ്ട് എല്ലാ അധ്യായങ്ങളുടെയും അന്ത്യത്തിൽ അദ്ദേഹം പറയുന്നു എന്താണ് ശ്രീരൂപ രഘുനാഥ പാതേ ആര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ. ഇപ്പൊ എല്ലാ അധ്യായത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ് രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും രഘുനാഥ ദാസഗോസ്വാമിയുടെ കാരുണ്യം കാരുണ്യം ഉള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദാസനായിട്ടുള്ള ദാസന് ചൈതന്യ ചരിതാമൃതം എഴുതാനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് അദ്ദേഹം ഓരോ ഖണ്ഡത്തിന്റെ അവസാനത്തിൽ പറയുക. അതാണ് ഇവരുടെ മഹത്വം എന്ന് പറയുന്നത്. രഘുനാഥ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹം രഘുനാഥ ഭട്ട ഗോസ്വാമിക്കാണ് ആദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നത്. ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ രഘുനാഥ ഭട്ട ഗോസ്വാമിയാണ് അദ്ദേഹത്തിന്റെ ദീക്ഷാഗുരു ചിലപ്പോൾ പ്രസ്താവിക്കപ്പെടാറുണ്ട്. ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ ഈ പ്രസ്താവന അംഗീകരിക്കുന്നില്ല. രഘുനാഥ ഭട്ട ഗോസ്വാമിയെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ ആധ്യാത്മിക ഗുരു അദ്ദേഹം അംഗീകരിക്കുന്നില്ല. അപ്പം ആ ദീക്ഷാഗുരുവിനേക്കാൾ ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് കൊടുത്തിരിക്കുന്നത്. കൃഷ്ണദാസ് കവിരാജ തന്റെ ദീക്ഷാഗുരുവിന്റെ സ്ഥാനത്താണ് ഇവരെയൊക്കെ കണ്ടിരുന്നത്. പക്ഷേ എന്താണ് ഭക്തി സിദ്ധാന്ത സരസ്വതി അതിനേക്കാൾ ഉന്ന സ്ഥാനത്താണ് ഈ ആചാര്യന്മാരെ ഈ ഗോസ്വാമിമാരെ കണ്ടിരുന്നത്. ശ്ലോകം 104. സിംഹാസവാരെ ഹൈല പ്രഭുരമിലന ആകെ വിസ്താരിയ താഹ കരീവവർണന. ഈ ഭക്തന്മാരെല്ലാം ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ് എന്ന് ഞാൻ പിന്നീട് വിശദമായി വിവരിക്കാം. എന്നിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയട്ടെ ഇവരുടെ കൂടുതൽ എങ്ങനെയാണ് ഒരു ചൈതന്യ മഹാപ്രഭുവിനുമായിട്ട് സംഘം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായതെന്നും അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വിവരിക്കാമെന്നാണ് പറഞ്ഞത്. ഇവിടെ അവരെ തൽക്കാലം ഇവിടെ നിർത്തുക. ശ്ലോകം 105. ശ്രീ ഗോപാല ഭട്ട ഏകശാഖ സർവോത്തമ രൂപ സനാതന സംഘേ എன்ற പ്രേമ ആലാപന. ശ്രീ ഗോപാല ഭട്ട ഏകശാഖ സർവോത്തമ രൂപ സനാതന സംഘേ എன்ற പ്രേമ ആലാപന. 47-ാമത്തേതായ ഗോപാലഭട്ട ഗോസ്വാമിയുടെ ശാഖ ചൈതന്യ വൃക്ഷത്തിന്റെ സർവോത്തമമായ ശാഖയിലൊന്നായിരുന്നു. അദ്ദേഹം രൂപ ഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും സംഘത്തിൽ എല്ലായ്പ്പോഴും ഭഗവത് പ്രേമ സംവാദത്തിൽ മുഴുകി. എന്നിട്ട് ഇതില് 47-ാമത്തെ ശാഖയെപ്പറ്റി, അത് ഗോപാലഭട്ട ദാസ രഘുനാഥ, നമ്മളെ ചൊല്ലി വരുമ്പോ സീക്വൻസ് അങ്ങനെയാണ്. ആ ഗോപാലഭട്ട ഗോസ്വാമിയെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് 48-ാമത്തെ ശാഖയാണ്. അപ്പൊ നോക്ക്, വൃക്ഷം എത്രമാത്രം ശാഖകളോടി വളരുന്നതിന്റെ അർത്ഥം എന്താണ്? അത് തഴച്ചു വളരുകയാണ്. അപ്പൊ അതിന്റെ ഓരോ ശാഖകളും എന്താണ്? ഓരോ മഞ്ജരികൾ, നമ്മുടെ തുളസിയിലെ മഞ്ജരികൾ എന്ന് പറഞ്ഞതുപോലെ എന്താണ്? ഭഗവാന്റെ ഈ ഭക്തിവൃക്ഷ വൃക്ഷത്തിന്റെ ഓരോ ശാഖകളും എന്ന് പറഞ്ഞ ഈ നമ്മൾ കേൾക്കുന്ന ഈ ഗോസ്വാമിമാരെ പോലുള്ള പരമഭക്തരാണ് അതിന്റെ ഓരോ ശാഖകളും എന്നാണ് പറയുന്നത്. അത് വളർന്നാണ് ഓരോ ദിക്കുകളിലേക്ക് പോയി ലോകം മൊത്തം ഒരു വടവൃക്ഷം പോലെ പന്തലിച്ച് വളരുന്നതാണ് പറഞ്ഞു വരുന്നത്. കാരണം എന്താണ്? അദ്ദേഹം രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും സംഘത്തിൽ എന്താണ് എപ്പോഴും ഭഗവത് പ്രേമ സംവാദത്തിൽ ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി
ശ്രീരംഗ നിവാസിയായ വെങ്കടഭട്ടന്റെ അപ്പോഴത്തേക്കും ചെയ്യണം. ഞാൻ വേണേ ഒന്ന് ലിങ്ക് ഇട്ട് തരാം. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ മാതാജി ഇതില് നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെക്കാതെ നമ്മളിത് നമ്മളിത് അത് തന്നെ അത് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അതിനകത്ത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കും. ഹരേ കൃഷ്ണ. വിനോദ് കുമാർ ജി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ മൈക്ക്? ചൈതന്യ ചരിതാമൃതമാണ് കേൾക്കുന്നതെന്നുള്ള. ഓക്കെ. ശ്രീ ഗോപാലഭട്ട സ്വാമി ശ്രീരംഗ നിവാസിയായ വെങ്കടഭട്ടന്റെ പുത്രനായിരുന്നു. ഗോപാലഭട്ടൻ മുമ്പ് രാമാനുജ സമ്പ്രദായത്തിലെ ശിഷ്യ പരമ്പരയുടെ ഭാഗമായിരുന്നു. പിന്നീട് അദ്ദേഹം ഗൗഡീയ സമ്പ്രദായത്തിൽ ഭാഗമായി ശതാബ്ദം 1517 ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരത പര്യടനത്തിനെത്തുമ്പോൾ ചതുർമാസ്യ കാലയളവിലെ 4 മാസം വെങ്കടഭട്ടന്റെ സേവനത്തിൽ താമസിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. വെങ്കടഭട്ടന് അപ്പോൾ മഹാപ്രഭുവിനെ സേവിക്കാൻ യഥേഷ്ടം അവസരം ലഭിച്ചു. ഇതേ വേളയിൽ ഗോപാലഭട്ടനും അതിനുള്ള അവസരം ലഭിച്ചു. എന്തുകൊണ്ടാണ് ഗോപാലഭട്ടം? അദ്ദേഹം എന്താണ് നമ്മൾ സ്ത്രീ സമ്പ്രദായത്തിൽപ്പെട്ട രാമാനുജ ആചാര്യന്റെ ശിഷ്യന്മാരായിരുന്നു ഇവിടെ. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ലെവലിലേക്ക് വൃന്ദാവനത്തിൽ വരാനും ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘത്തിൽ ചേരാനുള്ള ഭാഗ്യമുണ്ട്? അതിനെ പറ്റിയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ഗോപാലഭട്ട ഗോസ്വാമിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ വെങ്കട ഭട്ടായിരുന്നു. അദ്ദേഹം ശ്രീരംഗത്തിൽ ഭഗവാന്, ശ്രീരംഗം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്ഥലം അദ്ദേഹം തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഭഗവാൻ ശ്രീരംഗത്തിൽ ബാലാജിയെ അവിടെ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെ സേവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ചൈതന്യ മഹാപ്രഭു ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നപ്പോൾ ഈ ഗോപാലഭട്ട അന്ന് ചതുർമാസ്യമാണ്, നമുക്കറിയാം 4 മാസം ചതുർമാസ്യം. ആ സമയത്ത് ഈ 4 മാസം ഈ വെങ്കടഭട്ടന്റെ വീട്ടിലാണ് താമസിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിനെ 4 മാസം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് സെർവ് ചെയ്യാനുള്ള ഭാഗ്യം ഭട്ടന് കിട്ടി. അപ്പൊ അദ്ദേഹത്തിന്റെ മകനായ ഗോപാലഭട്ടനും എന്താണ് 4 മാസം എന്താണ് ചൈതന്യ മഹാപ്രഭുവിനെ സെർവ് ചെയ്യാനും, അതുപോലെ തന്നെ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ വാണി, അദ്ദേഹത്തിന്റെ മുഖതത്വങ്ങളിലും ഭഗവാനെ പറ്റി കേൾക്കാനുള്ള അവസരം ഹരേ കൃഷ്ണ ഉണ്ടായി. അപ്പൊ അതാണ് അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗം കിട്ടിയത് കൊണ്ടാണ് അച്ഛനും മകനും അവര് എന്താണ് സ്ത്രീ സമ്പ്രദായം ഉപേക്ഷിച്ച് അല്ലെങ്കിൽ രാമാനുജാരുടെ നിന്നും ഈ എന്താണ് നമ്മുടെ ഗൗഡിയ വൈഷ്ണവയിലേക്ക് ഇതിലേക്ക് സത്സംഗത്തിലേക്ക് വരാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് അവർക്കും എന്താണ് ഈ ഗോപാലഭട്ട ദാസോസ്വാമിക്കും അതിനുള്ള ഭാഗ്യം കിട്ടി. അത് ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗം കൊണ്ട്. അതാണ് സത്സംഗത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ സത്സംഗം അതുപോലെ ചൈതന്യ മഹാപ്രഭുവിനെ പോലുള്ള എന്താണ് നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായനെ കൃഷ്ണായ, ഇങ്ങനെ ഭഗവാന്റെ കൃഷ്ണപ്രേമം വാരിക്കോരി കൊടുക്കുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന്റെ ഒരു അംശം കിട്ടിയാൽ പോലും അവരെല്ലാം മഹാഭക്തന്മാര്. അവരെല്ലാവർക്കും നോക്കൂ, രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥദാസ് ഗോസ്വാമി, രഘുനാഥ ഭട്ടഗോസ്വാമി, ശ്രീജീവ ഗോസ്വാമി, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തിന് പാത്രീഭൂതമാണ്. ആ സത്സംഗം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട മാത്രയിൽ തന്നെ രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി എല്ലാം ഉപേക്ഷിച്ചു. ഒരു കമ്മൽ, നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറഞ്ഞത് എന്താണ് പറയുക, കമ്പിളി മാത്രം. അന്ന് ഈ തണുപ്പ് സമയമാണ്, അത് ചൂടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിളി മാത്രം എടുത്തുകൊണ്ട് ബാക്കി എല്ലാ സമ്പത്തുകളും വീതിച്ച് കൊടുത്തിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗത്തിലേക്ക് വന്നവരാണ്. അപ്പൊ അതൊക്കെയാണ് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട മാത്രയിൽ തന്നെ അവരൊക്കെ ഭക്തന്മാരാണ്. അവരൊക്കെ നേരത്തെ ബ്രാഹ്മണരായിരുന്നു. പക്ഷെ അന്ന് ഈ ബംഗാളിലെ ഈ മുസ്ലിം ഭരണമായിരുന്നു. പക്ഷെ ഇവര് ബ്രാഹ്മണരായിരുന്നു, മാത്രമല്ല അതീവ ബുദ്ധിമാന്മാരുമായിരുന്നു. അതുകൊണ്ടാണ് ഒരാള് ഫൈനാൻസ് മിനിസ്റ്റർ ആയത്, നവാമിന്റെ മിനിസ്റ്റർ. നമ്മളിപ്പോഴത്തെ ഫൈനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് സാമ്പത്തിക വിദഗ്ധനായിരുന്നു. ആ രാജ്യത്തിന്റെ സമ്പത്തെല്ലാം വിദഗ്ധമായി കൈകാര്യം ചെയ്യുന്ന, ഫൈനാൻസ് കൺട്രോൾ ചെയ്യുന്ന ഫൈനാൻസ് കൺട്രോളറായി. പക്ഷെ എന്നിട്ട് പോലും എന്താണ്
അവരുടെ അന്ന് വരെയുള്ള എല്ലാ സേവനങ്ങളും അവർ ഉപേക്ഷിച്ച് വെറും ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു കമ്പിളി മാത്രം, ഉറ്റ വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ പോയ പാർട്ടികളാണ് ഇവരെല്ലാം. അപ്പൊ അതാണ് ഭഗവാന്റെ ആ ശക്തി. അത് ഭഗവാനെ കണ്ട മാത്രമേ തന്നെ എല്ലാം ഉപേക്ഷിച്ചു. അപ്പം ഭഗവാന്റെ ആ ശക്തി എത്രമാത്രം ഉണ്ടെന്ന്, അതാണ് കൃഷ്ണ എന്നുള്ള വാക്ക് തന്നെ എന്താണ് സർവ്വ ആകർഷണം. ചൈതന്യ മഹാപ്രഭു അതിനേക്കാൾ കാരുണ്യമാണ്. അപ്പൊ ആ രീതിയിൽ ഭഗവാൻ അന്ന് ജീവിച്ചിരുന്ന പല ഭക്തന്മാരെയും തൻ്റെ ഇങ്ങനെ കോർത്തിണക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം ഗോപാലഭട്ടൻ അങ്ങനെ തൻ്റെ ഭവനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭുവിന്റെ സത്സംഗം കിട്ടുകയും മാത്രമല്ല ഭഗവാന്റെ മുഖപത്മങ്ങളിൽ നിന്ന് ഭക്തിയുടെ പറ്റി കേൾക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടി. അദ്ദേഹത്തെ സർവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ അദ്ദേഹം മഹാപ്രഭുവിന്റെ സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം, ബാക്കിയുള്ള ജീവിതം അദ്ദേഹം മാറ്റിവെച്ചു. അങ്ങനെ അദ്ദേഹം അവരെന്ത് ചെയ്തു? അദ്ദേഹം ഗോപാലഭട്ട ഗോസ്വാമി വൃന്ദാവനത്തിലേക്ക് പോയി അവിടെ ചെന്ന് എപ്പോഴും ചൈതന്യ മഹാപ്രഭുവിനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹം രൂപ സനാതന ഗോസ്വാമിയുടെ അടുക്ക ചെന്ന് അവരുമായിട്ട് ആ സത്സംഗത്തിൽ നിന്നുകൊണ്ട് തന്നെ അനേകം ബുക്കുകൾ എഴുതുകയും മാത്രമല്ല അവരെ സഹായിക്കുകയും ചെയ്തു. രൂപ സനാതന ഗോസ്വാമിയെ സഹായിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് കട്ടാകണം. ഞാൻ എന്തായാലും വീഡിയോ ഓഫ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഇവരെല്ലാം എങ്ങനെയാണ് അവർക്ക് ഈ ഭാഗ്യം കിട്ടിയത്? വൃന്ദാവനത്തിൽ പോകാനും രാധാരമണന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള ഭാഗ്യം ഈ ഗോപാലഭട്ടദാസ ഗോസ്വാമിക്ക് ഉണ്ടായത്. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ശ്രീ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ശ്രീ ചൈതന്യ ചരിതാമൃതം എഴുതുന്നതിന് മുമ്പ് എല്ലാ വൈഷ്ണവരുടെയും അനുവാദം നേടി ഗോപാലഭട്ട ഗോസ്വാമി അദ്ദേഹത്തെ അനുഗ്രഹിച്ചെങ്കിലും തൻ്റെ നാമം ഗ്രന്ഥത്തിൽ പരാമർശിക്കരുതെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അതിനാൽ കൃഷ്ണദാസ കവിരാജൻ അതീവ ജാഗ്രതയോട് ഗോപാലഭട്ട ഗോസ്വാമിയെ ചൈതന്യ ചരിതാമൃതം 1 or 2 ഖണ്ഡങ്ങളിൽ മാത്രം പ്രതിപാദിച്ചു. അപ്പൊ ഈ ഗോപാലഭട്ടദാസ ഗോസ്വാമി പറഞ്ഞല്ലോ നേരത്തെ, കൃഷ്ണദാസ ഗോസ്വാമി പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗവതരും ഭക്തന്മാരുടെയും പാതാരബന്ധങ്ങളിൽ ചെന്ന് അവരെ നമസ്കരിക്കുകയും അവരുടെ എല്ലാം ആശീർവാദം സ്വീകരിച്ച ശേഷമാണ് ചൈതന്യ ചരിതാമൃതം എഴുതാൻ തുടങ്ങിയത്. അപ്പൊ അതിൽ ഗോപാലഭട്ട ദാസ ഗോസ്വാമിയെ ചെന്ന് അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ചൈതന്യ ചരിതാമൃതം എഴുതുമ്പോൾ എൻ്റെ പേര് എവിടെയും നിർദ്ദേശിക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനിലാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് അവരുടെ ഭക്തി. അവരുടെ പേര് പോലും അവർ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് പരമഭക്തനായിരുന്നു ഈ ഗോസ്വാമിയിൽപ്പെട്ട ഈ ഗോപാലഭട്ട ദാസ ഗോസ്വാമി.
അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞ എന്താണ്, അപ്പൊ അത്രയ്ക്ക് പരമഭക്തരായിരുന്നു അവർ. അവരുടെ പേര് പോലും വെളിപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ രാധാരമണ ടെമ്പിളിലെ വൈഷ്ണവ ആചാരപ്രതിയിലുള്ള ആ രീതിയിലുള്ള ആരാധന രീതിയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. അപ്പൊ അവിടെ അപ്പൊ അദ്ദേഹം നോക്കുക, ഒരു പരം വൈഷ്ണവരായിട്ട് മാറിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പ്രതിഷ്ഠ രാധാരമണ പ്രതിഷ്ഠ അവിടെ ചെയ്യാനും അതുപോലെ തന്നെ വൈഷ്ണവ ആചാര്യന്മാർക്ക് അവിടെ ഭഗവാനെ സേവിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം അതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാരായിരുന്നു ശ്രീവാസ ആചാര്യരും ഗോപിനാഥ പൂജാരി. ഇവർ രണ്ടുപേരുമായിരുന്നു അവിടെ രാധാരമണ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നത്. അവിടെയുള്ള എല്ലാ സേവനങ്ങളും അവരാണ് കിട്ടുന്നത്. അപ്പൊ ഇദ്ദേഹം ഈ ഗോപാലഭട്ട ദാസ ഗോസ്വാമി എന്ന് പറഞ്ഞ കൃഷ്ണലീലയിൽ അദ്ദേഹം എന്താ അനംഗമഞ്ജരിയായിരുന്നു എന്നാണ്. അപ്പൊ നമുക്ക് അവര് കഴിഞ്ഞ നമ്മുടെ 4 യുഗങ്ങളിൽ അതായത് ദ്വാപര യുഗത്തിൽ ഇവരെല്ലാം നമ്മുടെ രാസലീലയില് എന്നറിയാവില്ല, അവരെല്ലാം ഗോപികമാരില്ല. അപ്പൊ അതില് ഈ അനംഗമഞ്ജരിയാണോ അല്ല ഗുണമഞ്ജരിയാണെന്നും പറയുന്നുണ്ട്. അത് നമ്മള് ഗൗര ഗണോദേശ ദീപികയിൽ 184-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഈ ഭക്തന്മാരെല്ലാം ഭഗവാന്റെ സന്തത സഹചാരികളാണ്. ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുത്ത് ഭൂമിയിൽ വരുമ്പോഴും ഇവരെയൊക്കെ കൂട്ടിയാണ് അവർ വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ സേവിക്കുന്നതനുസരിച്ച് ഭഗവാന്റെ ആ പരിശുദ്ധിയോടുകൂടി ഭഗവാനെ സേവിക്കുന്നതും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും ഭഗവാന്റെ നാമം ചെല്ലുന്നതും ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നത് വഴിയൊക്കെയാണ് ഭഗവാൻ തന്നെ അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശ്ലോകം 106. ശങ്കരാരണ്യ ആചാര വൃക്ഷേര ഏകശാഖ മുകുന്ദ കാശീനാഥ രുദ്ര ഉപശാഖാലേഖ. ശങ്കരാരണ്യ ആചാര്യൻ മൂലവൃക്ഷത്തിന്റെ 48-ാമത്തെ ശാഖയായി പരിഗണിക്കപ്പെടുന്നു. അവിടെ നിന്നും മുകുന്ദൻ, കാശീനാഥൻ, രുദ്രൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉപശാഖകൾ മുന്നോട്ട് പോയി. ഇതില് ശങ്കരാരണ്യൻ എന്ന പേര് വിശ്വംഭരന്റെ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ യഥാർത്ഥ പേര്. ജ്യേഷ്ഠ സഹോദരൻ വിശ്വരൂപൻ സന്യാസ നാമത്രയം. അതായത് നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവിന്റെ ജ്യേഷ്ഠന്റെ പേരാണ് വിശ്വരൂപൻ. ശങ്കരാരണ്യൻ അതായത് AD 1510 ഷോലാപൂരിൽ തിരോഭവിച്ചു. അവിടെ പാണ്ഡരപുരം എന്നറിയപ്പെടുന്നു. പാണ്ഡരപുരം എന്ന് പറഞ്ഞ തീർത്ഥ സ്ഥലമുണ്ട്. മധ്യലീല 50-ാം അധ്യായത്തിൽ 299-300 ശ്ലോകങ്ങൾ ഇത് ഈ പണ്ടൂർപൂർ എന്ന് പറയും സ്ഥലത്ത്. അതില് ഭക്തി സിദ്ധാന്ത സരസ്വതി താക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ചൈതന്യ മഹാപ്രഭു മുകുന്ദന്റെ അഥവാ മുകുന്ദ സഞ്ജയന്റെ ഭവനത്തിൽ ഒരു പ്രാഥമിക വിദ്യാലയം തുറക്കുകയും മുകുന്ദന്റെ പുത്രൻ പുരുഷോത്തമൻ ഭഗവാന്റെ വിദ്യാർത്ഥിയാവുകയും ചെയ്തു. ചൈതന്യ ഭഗവാൻ വിശ്വംഭരനെ എന്ന പേരിൽ പൂർവാശ്രമത്തിൽ ഇരുന്നപ്പോൾ കാശീനാഥൻ അവിടുത്തെ വിവാഹം ഏർപ്പാട് ചെയ്തു. സഭാപണ്ഡിതനായിരുന്ന സനാതനെ അദ്ദേഹത്തിന്റെ പുത്രിയ വിശ്വംഭരന് നൽകാൻ കാശീനാഥൻ പ്രേരിപ്പിച്ചു. ഗണോപദേശിക 50-ാം ശ്ലോകത്തിൽ കാശീനാഥൻ കൃഷ്ണന്റെയും സത്യഭാമയുടെയും വിവാഹം ഏർപ്പാട് ചെയ്യാൻ സത്രാജിത്തിനാൽ ഐക്യപ്പെട്ട കുലബ്രാഹ്മണന്റെ അവതാരമായിരുന്നു. ഈ പറയുന്നവരെല്ലാം തന്നെ ഭഗവാന്റെ ലീലകളിൽ എങ്ങനെയാണോ മുൻ യുഗങ്ങളിലൊക്കെ അവര് ഭഗവാന്റെ ലീലകളിൽ ഭാഗമായത് എന്ന്, അതുപോലെ തന്നെയാണ് ഈ ചൈതന്യ ചരിതാമൃതത്തിൽ വന്നപ്പോഴാണ് അതിന്റെ ആ ഡീറ്റെയിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം ഭഗവാന്റെ മഞ്ജരികളും ഗുണമഞ്ജരികളും ഒക്കെ ആയിരുന്നു. നമുക്കറിയാം സഞ്ജയ മുകുന്ദ, നമുക്കറിയാം നമ്മുടെ ഗൗരാരതി പാടുമ്പോൾ നമുക്കറിയാം. അവരെന്ന് പറഞ്ഞാൽ എന്താണ്,
ശിവനരാഹരി ആദികോരി ചമരതുല സഞ്ജയ മുകുന്ദ വാസു ഗോസാദികായ. നമുക്കറിയാം അവരൊക്കെ ആയിരുന്നു ഭഗവാന്റെ ഈ എന്താണ് വെഞ്ചാമരം വീശുന്നതും അതുപോലെ തന്നെ മധുരമായിട്ടുള്ള ഭഗവാന്റെ കീർത്തനം ആലപിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഭഗവാന്റെ ആ എന്താണ് നമ്മളെ കീർത്തന സംഘത്തിലെ ആൾക്കാരായിരുന്നു. നമ്മള് ജഗന്നാഥ്പുരിയിൽ ഭഗവാന്റെ രഥയാത്ര നടക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു 7 എന്താണ് കീർത്തന സംഘങ്ങളാണ് രൂപീകരിക്കുന്നത്. 7 കീർത്തന സംഘം. അതിൽ ഈ സഞ്ജയനും മുകുന്ദനും ഒക്കെ വാസു ഗോസാദിക ഇവരെല്ലാം ഓരോ കീർത്തനത്തിന്റെ ഇൻചാർജുമാരായിരുന്നു. നമുക്കറിയാം രഥയാത്ര നടക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവര് പാടുന്നതനുസരിച്ച് അവരെല്ലാം കീർത്തനീയാസായിരുന്നു. അവരൊക്കെ പാടാൻ തുടങ്ങുമ്പോൾ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ഒക്കെ എന്താണ് ആനന്ദ നൃത്തം ചെയ്യുന്നത്. ആനന്ദ നൃത്തം ആകാശത്തിലേക്ക് 2 കൈകളും ഉയർത്തി ഭഗവാന്റെ നാമം ചൊല്ലി ആനന്ദ നൃത്തം ചെയ്യുമായിരുന്നു. അപ്പൊ ഈ സഞ്ജയനും മുകുന്ദനും ഇവരെല്ലാം മൃദംഗം വാദ്യമേളങ്ങൾ കൊഴുക്കുന്നവരുടെ പാട്ട് ഭക്തി പാരവേശത്തോടുകൂടി ഇവരും ഈ മുകുന്ദനും സഞ്ജയ് ഇവരെല്ലാം കീർത്തനം ചെയ്യുമ്പോൾ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു എല്ലാം മറന്ന് നൃത്തം ചെയ്യുമായിരുന്നു. അവർ കീർത്തനം തുടങ്ങുമ്പോൾ തന്നെ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും അവർ ആനന്ദ നൃത്തം ചെയ്യാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ അത്രയ്ക്ക് വിശിഷ്യ ഭക്തന്മാരായിരുന്നു ഇവരെല്ലാം എന്ന് പറയുന്നത്. അപ്പൊ നോക്ക് ഭഗവാന്റെ കാരുണ്യം അങ്ങനെയാണ് അവരുടെ ഭഗവാൻ ഇവരെയൊക്കെ ഇവിടെ ഈ കലിയുഗത്തിൽ ഈ കൂട്ടിക്കൊണ്ടുവന്ന് അതൊക്കെ നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതത്തിൽ കൂടിയാണ് നമുക്ക് അതൊക്കെ മനസ്സിലാവുന്നത്. ഭഗവാന്റെ ലീല നമുക്കറിയാമല്ലോ, ഭഗവാന്റെ സന്തോഷ സഹചാരിയുടെ ഒപ്പമാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് അവിടെ ഭാഗ്യം കിട്ടുന്നത്. വൃന്ദാവനത്തിൽ ഭഗവാന്റെ ഭൂലോക വൃന്ദാവനത്തിൽ വൈകുണ്ഠ ലോകത്തിൽ നമുക്ക് ഭക്തന്മാർക്ക് എത്താം. പക്ഷേ വിശിഷ്യ ഭൂലോക വൃന്ദാവനത്തിൽ അവിടെ ഭഗവാൻ തൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ഭക്തന്മാരുമായിട്ടാണ് എപ്പോഴും ഈ ലീലയാണ് അവിടെ നടക്കുന്നത്. ഈ ആനന്ദ നൃത്ത ലീലയാണ് കീർത്തനം. അങ്ങനെയുള്ളവരായിട്ടാണ് ഭഗവാൻ അവതാരം. ഈ ചൈതന്യ ചരിതാമൃതത്തിൽ നോക്ക് ചൈതന്യ മഹാപ്രഭു വന്നപ്പം തൻ്റെ ഓരോ ഭക്തന്മാരുമായിട്ട് ഇവിടെ വന്നാണ് അവരെയൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ ഇതിൽ കൂടി നമ്മൾ ഐഡന്റിഫൈ ആണ് അവർക്ക് എങ്ങനെ ആ ഭാഗ്യം കിട്ടി. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ ഗോപികമാരുടെയാണ്. ഗോപികമാരെന്ന് പറഞ്ഞാൽ ഈ മഞ്ചരിയും ഈ പറഞ്ഞ ഗുണമഞ്ചരിയും രത്നമഞ്ചരി എന്നൊക്കെ പറയുന്നവരാണ്. അതാണ് രാസലീലയിൽ അവര് ഭഗവാനോടൊപ്പം വന്നത്. ചൈതന്യ ലീലയിൽ ഈ പറഞ്ഞിട്ടുള്ള ഗോസ്വാമിയവരായിട്ടും അങ്ങനെയുള്ള മഹാഭക്തന്മാരായിട്ടും ഈ ഭക്തി എന്ന വൃക്ഷത്തിലെ ഓരോ ശാഖകളായിട്ടും അവർ വന്ന് അവരുടെ ആ ലീലകൾ അവരുടെ ആ സർവീസ് ഭഗവാൻ കൊടുത്ത ആ സർവീസിലൊക്കെ അവര് ഭാഗമായത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ എത്രയോ ഇത് കേട്ടാൽ തന്നെ അതാണ് പറഞ്ഞത്. രഘുനാഥ ഗോസ്വാമിയൊക്കെ 3 മണിക്കൂറോളം ഇരുന്ന് കേൾക്കുമെന്ന് പറഞ്ഞതാണ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കഥ 3 മണിക്കൂറോളം ഇരുന്ന് കേൾക്കുന്നതാണ്. അദ്ദേഹം ജഗന്നാഥ്പുരി പോയപ്പോൾ എന്താണ് പകൽ എന്താണ് നാമസങ്കീർത്തനം, ദിനേ നാമസങ്കീർത്തനം. അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ 18 വർഷം താമസിച്ചു. അപ്പൊ ആ 18 വർഷം അദ്ദേഹത്തിന്റെ ദിനചര്യ എന്തായിരുന്നു? ചൈതന്യ മഹാപ്രഭുവിന്റെ ഭഗവാന്റെ ലീല എന്തായിരുന്നു? ദിനേ നാമസങ്കീർത്തനം, രാപകല് നാമസങ്കീർത്തനം. രാത്രിയിലോ? രാത്രി എന്താണ്? കൃഷ്ണപ്രസാദം. രാത്രി കൃഷ്ണപ്രസാദം പിരിക്കുക. ഇപ്പൊ പകൽ മൊത്തം നാമസങ്കീർത്തനം, രാത്രിയിൽ കൃഷ്ണപ്രസാദം കഴിക്കുക. ഇതായിരുന്നു ഭഗവാന്റെ ലീല അവിടെ. ആ രീതിയിൽ നോക്കതാണ് ഭഗവാന്റെ ഈ ലീലകളുടെ മഹത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ ഭഗവാൻ ഇവരുടെയൊക്കെ നമ്മുടെ പൂർവ്വജന്മ കഥകളാണ് അതൊക്കെ പറഞ്ഞിരിക്കുന്നത്.
ഇതൊക്കെ നമ്മള് ഭഗവാന്റെ ഈ ഭക്തന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി, നമുക്കും ആ ഭക്തി പാരാഭീസം ഉണ്ടാകാനും, അതുപോലെ തന്നെ കൂടുതൽ ഭഗവാനെയും ഭഗവാന്റെ ഭക്തനെയൊക്കെ സേവിക്കാനുള്ള അവസരമാണ് നമുക്ക് ഇതിൽ കൂടി കിട്ടുന്നത്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ, അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള മഹാഭക്തന്മാരുടെ, ഈ ഗോസ്വാമിമാരുടെ, എസ്പെഷ്യലി ശ്രീരൂപ, സനാതന, ഗോപാലഭട്ട, ദാസരഘുനാഥ, ഈ 6 ഗോസ്വാമിമാരുടെയും ഭാഗ്യം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകാൻ, അതുവഴി ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും കാരുണ്യം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിക്കാൻ ഒരു സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ ഇത് ഉപസംഹരിക്കാൻ 106-ാമത്തെ ശ്ലോകമാണ് എടുത്തത്. 107-ാമത്തെ മുതലാണ് എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് നാളെ കേൾക്കാം. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹരി പറഞ്ഞു. ഹരേ ചില ഗുരുദേവിക്ക് പ്രഭുപാദ ചൈതന്യ ചരിതാമൃതം. ജയ്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, നന്നായിരുന്നു. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ.